ഒരു കാലത്ത് കർണാടകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഒന്നായിരുന്നു മൈസൂർ. IT മേഖലയുടെ വളർച്ചയോടെ ബാംഗ്ലൂർ നഗരത്തിൻ്റെ വികസനം അതിവേഗത്തിലായതോടുകൂടി മൈസൂർ നഗരത്തിൻ്റെ പ്രതാപം നഷ്ടപ്പെട്ടു. ഇപ്പോൾ IT കമ്പനികളുടെ ചുവടുമാറ്റം മൈസൂരിലേക്കായപ്പോൾ മൈസൂരിൻ്റെ വികസനവും ദ്രുതഗതിയിലാവുന്നതായി കാണാം. നമ്മളിപ്പോൾ നഗരമധ്യത്തിലുള്ള ഒരു ക്ലോക്ക് ടവറിൻ്റെ അടിയിലാണ് എത്തിയത്. മൈസൂർ പാലസിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ. ഒരു കാലത്ത് മഹിഷലു എന്നറിയപ്പെടുന്ന മൈസൂരിനെ കൊട്ടാരങ്ങളുടെ നഗരം എന്നും കൂടി അറിയപ്പെടുന്നു. തദ്ദേശികരായ ജനങ്ങൾ ഈ കൊട്ടാരത്തെ അംബവിലാസ് കൊട്ടാരം എന്നാണ് ആദ്യകാലത്ത് പറയപ്പെട്ടിരുന്നത്. ആർഡിക് സർക്കിൾ എന്നറിയപ്പെടുന്ന മൈസൂരിലെ പ്രധാനപ്പെട്ട ഒരു സർക്കിളിലാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. മൈസൂരിലെ പ്രധാന 6 റോഡുകൾ ചേരുന്ന ഒരു സ്ഥലമാണിത്. ജയചാമ രാജേന്ദ്ര വാഡിയാർ സർക്കിൾ എന്നുകൂടി ഈ സർക്കിളിനെ പറയപ്പെടുന്നുണ്ട്. മൈസൂർ പാലസിൻ്റെ മുന്നിലെ പ്രധാന കവാടത്തിന് മുന്നിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. പാലസിൻ്റെ പ്രധാന കവാടത്തിനരികിലൂടെയാണ് നമ്മൾ പോകുന്നത്. 3 മണിക്ക് ശേഷമേ ഇനി പ്രവേശനമുള്ളൂ. അതിനാൽ നമ്മൾ ഉച്ചഭക്ഷണം കഴിക്കാനുള്ള പുറപ്പാട്. നമ്മളിപ്പോൾ പാലസ് കാണാൻ ഇനി 3 മണിക്ക് ഓപ്പണിംഗ് ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ സമയം കൊണ്ട് നമുക്ക് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. ഇപ്പം നോർമൽ വെജിറ്റബിൾ താലിക്കാന്ന് പറഞ്ഞിട്ടുള്ളത്. മൈസൂർ പാലസിൻ്റെ പുറകിലുള്ളൊരു ഹോട്ടലാണ്. നമ്മൾ താലി വന്നു. എന്തെല്ലാം ഇതിലുള്ളത്? പൂരിയുണ്ട്, പപ്പടമുണ്ട്, ചോറുണ്ട്, 3-4 കറികളുണ്ട്. നമ്മുടെ തോന്നുന്നു കറി, പിന്നെ കോവക്ക വറവ്, പിന്നെ ടേസ്റ്റ്. എങ്ങനെയുണ്ട്? അച്ചാറുണ്ട്, പപ്പടം, രണ്ടടി ഇഷ്ടായി, എല്ലാം ഇഷ്ടായി. ഞാൻ ആഗ്രഹിച്ചിരുന്നു കുറേ നാളായി ഇങ്ങനെ ഒരു ഭക്ഷണം. ഉച്ചഭക്ഷണത്തിന് ശേഷം നമ്മൾ പാലസ് കാണാൻ വേണ്ടി വരികയാണ്. 3 മണി വരെ എൻട്രൻസ് ഇല്ല. 3 മണിക്ക് ശേഷമേ ഗേറ്റ് തുറക്കത്തുള്ളൂ. അപ്പോൾ വാഹനം നമ്മൾ പാർക്കിംഗ് ഏരിയയിലേക്ക് കൊണ്ടുവന്ന് വെച്ചു. അതിവിശാലമായ പാർക്കിംഗ് ഏരിയ തന്നെയാണ്. 50 രൂപ ഫീസ് കൊടുത്ത് പാർക്കിംഗ് ആണ്. മുൻവശം കാണുന്ന ഗേറ്റിലൂടെയാണ് പോകേണ്ടത്. ലോകപ്രസിദ്ധമായ ഒരു നഗരമാണ് മൈസൂർ. മൈസൂർ ദസറയുടെ പേരിലാണ് ഇത് ലോകം മുഴുവൻ അറിയപ്പെടുന്നത്. നമ്മുടെ നാട്ടിലെ ഓണത്തിന് സമാനമായ ഒരു ഉത്സവമാണ് മൈസൂർ ദസറ. മൈസൂർ പാലസിൻ്റെ കോമ്പൗണ്ടിനകത്ത് നമ്മൾ പ്രവേശിച്ചു. മൈസൂർ ദസറയുടെ പ്രധാന വേദിയാണ് മൈസൂർ കൊട്ടാരം. അതിമനോഹരമായ ഈ കൊട്ടാരം ലോകപ്രസിദ്ധമാണ്. താജ്മഹൽ കഴിഞ്ഞാൽ ഏറ്റവും അധികം വിനോദസഞ്ചാരികൾ സന്ദർശിക്കുന്ന ഒരു ചരിത്ര സ്മാരകമാണിത്. ഏകദേശം 75 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന നഗരമധ്യത്തിലുള്ള ഈ കൊട്ടാര വളപ്പിലെ മനോഹരമായ കാഴ്ചകൾ ആരെയും അതിശയിപ്പിക്കുന്നതാണ്. പച്ച പരവതാനി കണക്ക് ഏക്കർ കണക്കിന് പരന്നു കിടക്കുന്ന പുൽമൈതാനി, ദൂരത്ത് തലയുയർത്തി നിൽക്കുന്ന അതിമനോഹരമായ കൊട്ടാര കാഴ്ചകൾ വിദേശികൾ പോലും അത്ഭുതത്തോടെ നോക്കിക്കാണുന്നു. ഏകദേശം 500 വർഷം ഭരണം നടത്തിയ ഒരു രാജവംശത്തിൻ്റെ ഔദ്യോഗിക വസതിയാണ് ഈ കാണുന്നത്. ഈ കൊട്ടാരത്തിൻ്റെ മുൻപിലായി അതിമനോഹരമായ 2 ക്ഷേത്രങ്ങളും പണി കഴിപ്പിച്ചിട്ടുണ്ട്. ഈ കൊട്ടാര വളപ്പിൽ മൊത്തം 8 ക്ഷേത്രങ്ങളുണ്ട്. ചാമുണ്ഡി കുന്നുകൾക്ക് അഭിമുഖമായി നഗരമധ്യത്തിലാണ് ഈ ചരിത്രപ്രസിദ്ധമായ മൈസൂർ പാലസ് സ്ഥിതി ചെയ്യുന്നത്. വാഡയാർ രാജവംശത്തിന് 7 കൊട്ടാരങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലുപ്പം കൂടിയ കൊട്ടാരമാണിത്. 14-ാം നൂറ്റാണ്ടിലായിരുന്നു ഇവിടെ ആദ്യമായി ഒരു കൊട്ടാരം പണിത്. തീർത്തും മരത്തടിയിലായിരുന്നു ആദ്യത്തെ കൊട്ടാരം. പിന്നീട് ഇതിനെ 1897 ഈ കൊട്ടാരം നിർമ്മിച്ചത്. അതിനുശേഷം കൊട്ടാരത്തിൽ തീപിടുത്തം ഉണ്ടാകും, കേടുപാട് സംഭവിക്കുകയും ചെയ്തു. 1912 ഇന്ന് കാണുന്ന ഈ രൂപത്തിൽ കൊട്ടാരം പുനർനിർമ്മിച്ചത്.
ആരെയും അതിശയിപ്പിക്കുന്ന ഈ കൊട്ടാരത്തിൻ്റെ ദൂരക്കാഴ്ചകൾ, അതിലും അത്ഭുതകരമാണ് ഈ കൊട്ടാരത്തിനുള്ള അകത്തുള്ള കാഴ്ചകൾ. 500 വർഷം ഭരണം നടത്തിയ ഒരു രാജവംശത്തിൻ്റെ പ്രൗഢിയുടെ പ്രതീകം. ശരിക്കും പറഞ്ഞാൽ 1399 മുതൽ 1761 വരെയും 1791 മുതൽ 1947 വരെയും വടയാർ വംശത്തിൻ്റെ ആയിരുന്നു ഈ കൊട്ടാരം. മൈസൂർ ദസറയുടെ പ്രധാന വേദിയായ ഈ പാലസ് ലോക ശ്രദ്ധ ആകർഷിക്കുന്നു. തിന്മയുടെ മേൽ നന്മയുടെ വിജയം. ചാമുണ്ടേശ്വരി മഹിഷാസുരനെ വധിച്ചതിൻ്റെ ഓർമ്മ ദിവസം നടത്തുന്ന ആഘോഷമാണ് ദസറ. ദസറയുടെ സമയത്ത് ലക്ഷക്കണക്കിന് ബൾബുകളാൽ അലങ്കൃതമായ മൈസൂർ പാലസിൻ്റെ രാത്രിയുള്ള ദർശനം അതിമനോഹരമാണ്. അതിവിശാലമായ ഈ കൊട്ടാരവളപ്പ് ഇന്ന് അനേകം പൊതുപരിപാടികൾക്കെല്ലാം വേദിയാവുന്നുണ്ട്. 1-2 ദിവസം മുമ്പേ ഇവിടെ എന്തോ ഒരു പരിപാടി കഴിഞ്ഞതിൻ്റെ ബാനറെല്ലാം ഇപ്പോഴും നിലവിൽ കാണുന്നുണ്ട്. ചാമുണ്ഡി ഹിൽ എന്നറിയപ്പെടുന്ന ചാമുണ്ടേശ്വരി ദേവിയുടെ ക്ഷേത്രമാണ് നമ്മൾ ഈ മലയുടെ മുകളിലായിട്ട് കാണുന്നത്. മൈസൂർ പാലസ് എന്ന് പറയുമ്പോൾ എല്ലാവരെയും മനസ്സിൽ തെളിയുന്നൊരു ചിത്രം പ്രകാശപൂരിതമായി നിൽക്കുന്ന മൈസൂർ കൊട്ടാരത്തിൻ്റെ ദൃശ്യമാണ്. അങ്ങനെയുള്ള കൊട്ടാരത്തിൻ്റെ ദൃശ്യം കാണണമെങ്കിൽ ദസറ സമയത്തോ അല്ലെങ്കിൽ ശനി ഞായർ ദിവസങ്ങളിലോ വന്ന് രാത്രി സമയത്ത് വന്ന് കാണണം. ഈ ദൂരെ കാണുന്നതാണ് ജയമാർത്താണ്ഡ ഗേറ്റ്. മൈസൂർ പാലസിലേക്ക് കടന്നു വരാനുള്ള കിഴക്ക് വശത്തുള്ള ഏറ്റവും വലിയ ഗേറ്റാണിത്. തീർത്തും പിത്തള തീർത്ത പുലികളുടെ പ്രതിമകളാണിത്. രൗദ്രഭാവത്തിലുള്ള പുലികളുടെ പ്രതിമകൾ അങ്ങിങ്ങായി കാണാൻ കോമ്പൗണ്ട് വളപ്പിൽ. പാലസിനകത്തുള്ള പ്രവേശനത്തിനായി 100 രൂപ ടിക്കറ്റ് എടുക്കണം. അങ്ങനെ നമ്മൾ 100 രൂപ ടിക്കറ്റ് എടുത്ത് അകത്തേക്കുള്ള പ്രവേശനമാണ്. അകത്ത് ചെരുപ്പ് ധരിക്കാൻ പാടില്ല. ചെരുപ്പ് ഇവിടെ വെളിയിൽ സൂക്ഷിക്കാനുള്ള സ്ഥലമുണ്ട്. അങ്ങനെ നമ്മൾ 20 രൂപ കൊടുത്ത് ചെരുപ്പ് സൂക്ഷിച്ച് പാലസിനകത്തേക്ക് പ്രവേശിക്കുകയായി. അതിമനോഹരമായ പലവിധ വർണ്ണങ്ങളോടുകൂടിയ ടൈൽസ് വിരിച്ച തറയിലൂടെ നമ്മൾ പാലസിനകത്തേക്ക് പ്രവേശിക്കുക. വാടയാർ രാജവംശത്തിൻ്റെ പ്രതാപം വിളിച്ചോതുന്ന അനേകം പീരങ്ങളുടെ ഒരു നിര തന്നെ നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്ക് ദൃശ്യമാവും. പാലസിൻ്റെ വരാണ്ടയിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നതാണ് മുറ്റത്ത് നിരത്തി വെച്ചതായി കാണുന്ന പീരങ്കികളുടെ നിരകൾ. കൊട്ടാരത്തിനകത്തുള്ള കാഴ്ചകൾ ആരെയും അമ്പരപ്പിക്കുന്ന രീതിയിലാണ്. വരാണ്ടയിൽ നിന്ന് കാണുന്ന അതിമനോഹരമായ ദൃശ്യമാണിത്. കരകൗശല വസ്തുക്കളുടെ ഒരു കലവറ തന്നെയാണ് ഈ ഹാള് നിറയെ ചന്ദനത്തിലും ആനക്കൊമ്പിലും മാർബിളിലും തീർത്ത അനേകം ശില്പങ്ങൾ. വരാണ്ടയിലൂടെ നടക്കുമ്പോൾ കാണുന്ന അതിഗംഭീരമായ ഒരു കാഴ്ചയാണ്. ഒരു കാലത്ത് രാജാവ് തന്നെ വേട്ടക്കിറങ്ങി കൊലപ്പെടുത്തിയ 2 കൊമ്പനാനകളുടെ തല തന്നെ വെട്ടി കേടുകൂടാതിരിക്കാൻ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ചുവരിൽ സ്റ്റഫ് ചെയ്ത് പ്രദർശിപ്പിച്ചിരിക്കുന്നു. വരാണ്ടയിലൂടെ നടത്തം കഴിഞ്ഞ് നമ്മൾ നേരെ ചെന്ന് കയറുന്നത് ഒരു ഹാളിലേക്കാണ്. കല്യാണ മണ്ഡപം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അതിമനോഹരമായ ഒരു ഹാൾ തന്നെയാണിത്. മനോഹരമായ ഈ ഹാൾ അഷ്ടഭുജാകൃതിയിലാണ് നിലനിൽക്കുന്നത്. മയിൽ മോട്ടിഫുകളുള്ള സ്റ്റെയിൻഡ് ഗ്ലാസ് കൊണ്ടാണ് മേൽക്കൂര അലങ്കരിച്ചിരിക്കുന്നത്. അതിമനോഹരമായ ഈ ഹാൾ അക്ഷരാർത്ഥത്തിൽ സന്ദർശകരെ സ്തബ്ധരാക്കുന്നു. കൂടാതെ ചുവരുകളിൽ അതിമനോഹരമായ പെയിൻറ്റിങ്ങുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ദസറ ഉത്സവത്തിൻ്റെ പെയിൻറ്റിങ്ങാണ് ഇതിൽ അതിമനോഹരമായിരിക്കുന്ന ഒന്ന്.
കൂടാതെ രാജകുടുംബാംഗങ്ങളുടെ അനേകം ഫോട്ടോകളും പ്രദർശനത്തിൽ വെച്ചിരിക്കുന്നുണ്ട്. നമ്മൾ മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന രാജാ രവിവർമ്മയുടെ 2 ചിത്രങ്ങൾ കൂടി ഇവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. വില മതിക്കാനാവാത്ത അനേകം ചിത്രങ്ങളും ഒരുപാട് വസ്തുക്കളുമാണ് പ്രദർശനത്തിനുള്ളത്. മഹാരാജ കൃഷ്ണരാജ വടയാർ 4ാമൻ്റെ ചിത്രമാണിത്. രാജവംശത്തിലെ ഓരോരോ തലമുറയിൽപ്പെട്ട ആൾക്കാരുടെ ചിത്രങ്ങളാണ് ഈ കാണുന്നത്. ഇക്കൂട്ടത്തിൽ വിദേശ ഭരണാധികാരികളുടെ ചിത്രങ്ങളും കാണാം. ബ്രിട്ടീഷ് രാജാവായിരുന്ന എഡ്വേർഡ് 7ാമൻ്റെ ചിത്രമാണ് ഇനി നമ്മൾ ഈ കാണുന്നത്. ചന്ദനത്തടിയിൽ തീർത്ത അനേകം ചെറിയ പെട്ടികളുടെ ശേഖരമാണിത്. ചന്ദനത്തടിയിൽ മാത്രമല്ല വെള്ളി കൊണ്ടും നിർമ്മിച്ച ചെറിയ പെട്ടികളുടെ ശേഖരം തന്നെ ഇവിടെയുണ്ട്. ദസറ ഉത്സവത്തിൻ്റെ മനോഹരമായ ഒരു ചിത്രമാണ് നമ്മൾ ഈ കാണുന്നത്. അതിമനോഹരമായ കൊത്തുപണികളോടുകൂടിയുള്ള കട്ടിലകളും വാതിലുകളുമാണ് ഈ കൊട്ടാരത്തിനുള്ളത്. ഈ കാണുന്നത് കൊട്ടാരത്തിനകത്തുള്ള ഒരു കോർട്ട്യാർഡാണ്. രാജഭരണകാലത്ത് ഗുസ്തി മത്സരവും മല്ലുയുദ്ധങ്ങളെല്ലാം സംഘടിപ്പിച്ചിരുന്നത് ഇവിടെയാണ്. മല്ലുയുദ്ധം എന്ന് പറഞ്ഞാൽ സാധാരണ മല്ലുയുദ്ധമല്ല, ഇതിൽ എതിരാളി മരിക്കുന്നതുവരെയാണ് യുദ്ധം. അത് കണ്ട് രസിക്കാൻ രാജാവും പരിവാരങ്ങളും ഉണ്ടാകും. അതുതന്നെയാണ് പണ്ടുകാലത്തുണ്ടായിരുന്ന മല്ല് യുദ്ധങ്ങളുടെ എല്ലാം രീതി. നമ്മുടെ നാട്ടിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലും ഇങ്ങനെ തന്നെയായിരുന്നു മല്ലുയുദ്ധങ്ങളെല്ലാം സംഘടിപ്പിച്ചിരുന്നത്. കൊട്ടാരത്തിനകത്തെ മറ്റൊരു മുറിയിലുള്ള അതിമനോഹരമായ ടൈൽ വിരിച്ച തറയാണ് ഈ കാണുന്നത്. റൂമുകളിലെല്ലാം തന്നെ വ്യത്യസ്ത നിറങ്ങളിലുള്ള ടൈലുകളാണ് വിരിച്ചിരിക്കുന്നത്. ഈ മുറിയിൽ രാജഭരണകാലത്ത് ഉപയോഗിച്ചിരുന്ന കണ്ണാടികളും സിംഹാസനങ്ങളും ആനക്കൊമ്പ് പതിച്ച ഡ്രസ്സിംഗ് ടേബിളും മറ്റ് സാധനങ്ങളും അമൂല്യ സാധനങ്ങളുമാണ് ഈ മുറിയിൽ ഉള്ളത്. ഈ മുറിയുടെ മച്ചിൽ കൊത്തുപണികളുടെ വിസ്മയം തീർത്ത ശില്പികളെ ഓർക്കാതിരിക്കാൻ വയ്യ. അതിമനോഹരമായ കൊത്തുപണികളോടുകൂടിയുള്ള ഒരു മുറിയാണിത്.
ഈ പാലസിലെ ഏറ്റവും ആകർഷകമായ വസ്തുവാണിത്. ഇതാണ് അമ്പാരി. ദസറ ആഘോഷങ്ങൾക്കായി ഉപയോഗിച്ച് വരുന്ന അമ്പാരി. ചെറിയൊരു മണ്ഡപത്തിൻ്റെ ആകൃതിയിലാണ് അമ്പാരി. ഏകദേശം 80 കിലോയോളം തൂക്കമുള്ള സ്വർണത്തിൻ്റെ തകിട് കൊണ്ട് പൊതിഞ്ഞാണ് അമ്പാരി. പണ്ടുകാലത്ത് ദസറ ആഘോഷ സമയത്ത് രാജാവിനെ ഇതിലിരുത്തി എഴുന്നള്ളിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ നടന്നു വരുന്ന ദസറ ആഘോഷ സമയത്ത് ചാമുണ്ടേശ്വരി ദേവിയുടെ പ്രതിമയാണ് ഇതിനകത്ത് വെച്ച് എഴുന്നള്ളിക്കാറുള്ളത്. കൃഷ്ണരാജേന്ദ്ര വടയാർ നാലാമൻ്റെ പ്രതിമയാണ് ഈ കാണുന്നത്. തീർത്തും പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ടാണ് ഈ പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത്. ഈ മഹാരാജാവിൻ്റെ കാലത്താണ് നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിൽ മൈസൂർ പാലസിന് രൂപമാറ്റം വരുത്തിയത്. നമ്മളീ കാണുന്നതാണ് മൈസൂർ കൊട്ടാരത്തിലെ ദസറ ഹാൾ. രാജാ രവിവർമ്മ വരച്ച സീതാ സ്വയംവരം എന്ന ചിത്രം സൂക്ഷിച്ചിരിക്കുന്നത് ഈ ദസറ ഹാളിലാണ്. അതിൻ്റെ ഒന്നും വീഡിയോ പകർത്താൻ അനുവാദമില്ലാത്തതിനാൽ വീഡിയോ പകർത്താൻ സാധിക്കുന്നില്ല. രാജാ രവിവർമ്മയുടെ അവസാന ചിത്രമായിരുന്നു സീതാ സ്വയംവരം. ഇതാണ് പബ്ലിക് ദർബാർ ഹാൾ. കൊട്ടാരത്തിൻ്റെ പ്രധാന ചടങ്ങുകളെല്ലാം നടക്കുന്നത് ഇവിടെ വെച്ചായിരുന്നു. മനോഹരങ്ങളായ 9 കമാനങ്ങളോട് കൂടിയതാണ് പബ്ലിക് ദർബാർ ഹാൾ. ഇടയ്ക്ക് തൂണുകളൊന്നും തന്നെ ഇല്ല എന്നതാണ് ഈ ഹാളിൻ്റെ പ്രത്യേകത. സീലിങ്ങിൽ ചെയ്തിരിക്കുന്നത് ദശാവതാര പെയിൻറ്റിങ്ങുകളാണ്. ഈട്ടിത്തടിയിൽ നിർമ്മിച്ച് കൊത്തുപണികളോടുകൂടിയുള്ള മനോഹരമായ വാതിലുകളാണിവ. അടുത്ത വാതിൽ നമ്മൾ കാണുന്നത് ഈട്ടിത്തടിയിലും ആനക്കൊമ്പിലും നിർമ്മിച്ച വാതിലാണ്. അതിമനോഹരമായ കൊത്തുപണികളോടുകൂടിയുള്ളത്. ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അന്നത്തെ കാലത്തുള്ള കരകൗശല വിദഗ്ധരുടെ വൈദഗ്ധ്യം എത്രമാത്രം ഉണ്ടെന്ന്. ഈ കാണുന്നതാണ് മൈസൂർ കൊട്ടാരത്തിൻ്റെ പ്രൈവറ്റ് ദർബാർ ഹാൾ. മഹാരാജാവ് വിശിഷ്ടാതിഥികളെ സ്വീകരിച്ചിരുത്തുന്ന ഒരു പ്രത്യേക ഇടം. ഇത് ഈ കാണുന്ന പൂർണ്ണമായും വെള്ളി കൊണ്ട് നിർമ്മിച്ച വാതിൽ തുറന്നാണ് മഹാരാജാവ് അതിഥികളെ സ്വീകരിക്കാൻ വേണ്ടി പ്രൈവറ്റ് ദർബാർ ഹാളിലേക്ക് വന്നിരുന്നത്. പാലസിനകത്തുള്ള കാഴ്ചകളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇതേമാതിരി സ്റ്റെപ്പ് 2 സൈഡിലും കൂടി സ്റ്റെപ്പുണ്ട്. സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ മുറ്റത്തെത്തി. ഇവിടെ ഈ കാണുന്ന ഈ കാഴ്ചയുണ്ടല്ലോ, ദസറ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന ആനകളെ അണിയിച്ചൊരുക്കാനുള്ള ആനച്ചമയങ്ങളാണിവ. ഇവയെല്ലാം തന്നെ ഒരു ചില്ലുകൂട്ടിനകത്ത് സൂക്ഷിച്ചിരിക്കുകയാണ്. ഈ സൈൻ ബോർഡ് നൽകുന്ന നിർദ്ദേശം ക്ഷേത്രത്തിലേക്കുള്ള വഴി കാണിക്കുന്നതാണ്. ഇതുമാതിരി 8 ക്ഷേത്രങ്ങൾ ഈ പാലസിനകത്തുണ്ടെന്ന് പറയപ്പെടുന്നു. കൊട്ടാരത്തിൻ്റെ ഒരു ഭാഗത്തായി രാജകുടുംബാംഗങ്ങൾ ഇപ്പോഴും താമസിക്കുന്നുണ്ട്. അവിടെ പൊതുജനങ്ങൾക്കാർക്കും പ്രവേശനമില്ല. മൈസൂർ പാലസിൻ്റെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ മടങ്ങുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ. പാലസിൻ്റെ ഈ ഭാഗത്തായിട്ട്
പൊതുജനങ്ങൾക്കായി വാഷ്റൂം സൗകര്യമെല്ലാം ഉണ്ട്. ദൂരയാത്ര ചെയ്യുന്നവർക്കെല്ലാം തിരിച്ചു പോകുമ്പോൾ അത് വളരെ ഉപകാരപ്രദമാകും. ഇവിടെ നല്ല വൃത്തിയോടുകൂടി മെയിൻറ്റെയിൻ ചെയ്യുന്ന വാഷ്റൂം സൗകര്യമാണ്. അതുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ഉപകാരപ്രദമായ ഒരു സംഭവമാണത്. മൈസൂർ പാലസിനോട് നമ്മൾ വിട പറയുന്നതാണ്. നടന്ന് തോന്നുന്നല്ലേ. അങ്ങനെ മൈസൂർ പാലസ് കണ്ടു. നമ്മൾ പോകാം. എന്തേനോ